പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 1 പേജ് നമ്പർ 6 ഫിഗർ ഇറ്റ് ഔട്ട് ആണ്. അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കണ്ട് ചാപ്റ്റർ നന്നായി മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫോർ ഈച്ച് നമ്പർ ഗിവൺ ബിലോ റൈറ്റ് എക്സ്പ്രഷൻസ് ഫോർ അറ്റ്ലീസ്റ്റ് 2 ഡിഫറെൻറ്റ് വേസ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഈ നമ്പേഴ്സിൻ്റെ എക്സ്പ്രഷൻസ് അറ്റ്ലീസ്റ്റ് 2 ഡിഫറെൻറ്റ് വേസിൽ നമ്മൾ എഴുതണം. ടു ഒബ്റ്റെയിൻ ദ നമ്പർ ത്രൂ ബട്ടൺ ക്ലിക്സ്. അപ്പോൾ ഇതാ ഇവിടെ ബട്ടൺസ് നമുക്ക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തിരുന്ന ആ ഒരു മെത്തേഡിൽ വേണം നമ്മളിത് എഴുതാൻ. നമ്പർ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓരോ ബട്ടണും എത്ര പ്രാവശ്യം ക്ലിക്ക് ചെയ്തു എന്നുള്ളത് വെച്ചിട്ട് വേണം നമ്മളിവിടെ എക്സ്പ്രഷൻസ് എഴുതാൻ. അപ്പോൾ ഫസ്റ്റ് വൺ നോക്കിയാൽ 8300. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് വേയ്സിൽ എഴുതാം. ഞാനിതിന് തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോയിൽ പല നമ്പേഴ്സും ഞാനങ്ങനെ കാണിച്ചു തന്നിരുന്നു. ഒരേ നമ്പർ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് വേയ്സിൽ എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ ആദ്യത്തെ നമ്പർ 8300 ആണ്. അപ്പോൾ ഈ 8300നെ നമുക്ക് ഏതൊക്കെ ബട്ടൺസ് ക്ലിക്ക് ചെയ്തിട്ട് എഴുതാൻ പറ്റും? അപ്പോൾ ഇവിടെ 10,000ൻ്റെ ബട്ടൺ നമുക്ക് പറ്റില്ല. എന്തുകൊണ്ടാണ്? 8,000 ആണല്ലേ. അപ്പോൾ അതിന് താഴോട്ടുള്ള ബാക്കിയുള്ളത് നോക്കിയാൽ മതി. 1000, 100, 10 അങ്ങനെയുള്ള നമ്പേഴ്സ് നോക്കിയാൽ മതി കേട്ടോ. വൺസിൻ്റെ പ്ലേസിൽ 0 അല്ലാത്ത ഡിജിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഏത് നോക്കിയാൽ മതി? 1 നോക്കിയാൽ മതി. ഇല്ലെങ്കിൽ 100, 1000, 10 ഇതും ഈ 3 നമ്പേഴ്സ് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ 8000 ആയതുകൊണ്ട് നമുക്ക് 1000ൻ്റെ ബട്ടൺ എടുക്കാം. 1000ൻ്റെ ബട്ടൺ 8 ടൈംസ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും? 8000 കിട്ടും. അപ്പോൾ നമുക്ക് 1000ൻ്റെ ബട്ടൺ 8 ടൈംസ് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് എത്രയായി? 8000 ആയി. പ്ലസ് ഇനി അടുത്തത് 300 കൂടെ വേണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 100ൻ്റെ ബട്ടൺ 3 ടൈംസ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇത് എത്രയായി? 8000 പ്ലസ് 300 ദാറ്റ് ഈസ് 8300. ഇനി അടുത്ത വേറൊരു മെത്തേഡ് നമ്മൾ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ 1000ൻ്റെ ബട്ടൺ ഒരു എത്ര പ്രാവശ്യം ക്ലിക്ക് ചെയ്യാം? നമുക്കൊരു 6 ടൈംസ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ 6 × 1000 6 × 1000 ചെയ്യുമ്പോൾ എന്ത് വരും? 6000 ആയി. ഇനി എത്ര കൂടെ വേണം? 2300 കൂടെ വേണം. ഇപ്പോൾ ഇവിടെ നമുക്ക് 6000 ആയി. ഇനി നമുക്ക് 2300 കൂടാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് 2000ന് വേണ്ടി 100ൻ്റെ ബട്ടൺ നമുക്കൊരു 20 ടൈംസ് പ്രസ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടി? 2000 കിട്ടി. ഇപ്പോൾ ഇത് ടോട്ടൽ 8000 ആയി. ഇനി ഒരു 300 കൂടെ വേണം. അപ്പോൾ നമുക്ക് 10ൻ്റെ ബട്ടൺ ഒരു 10 ടൈംസ് കൂടെ പ്രസ് ചെയ്യാം. ഇപ്പോൾ ഇത് 300 ആയി. മൊത്തം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 8300 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ പല മെത്തേഡിൽ എഴുതാം. ഇനി വേണേൽ നമുക്ക് വേറൊരു മെത്തേഡും കൂടെ എഴുതാം. 5 × 1000 പ്ലസ് 30 × 100 പ്ലസ് 30 × 10 ഇങ്ങനെ ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? 8300 തന്നെ കിട്ടും. ഇനി അടുത്തത് 40,629. അപ്പോൾ ഇവിടെ 40,000 ആണ്. അപ്പോൾ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഇവിടെ 10,000 യൂസ് ചെയ്യാം. 10,000ൻ്റെ ബട്ടൺ എത്ര ടൈംസ് പ്രസ് ചെയ്താൽ 40,000 കിട്ടും? 4 ടൈംസ് പ്രസ് ചെയ്താൽ നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? 4 × 10,000. ഇപ്പോൾ തന്നെ നമുക്ക് എന്തായി? 40,000 ആയി. ഇനി 629 കൂടെ മതി അല്ലേ. അപ്പോൾ നമുക്ക് 100ൻ്റെ ബട്ടൺ ഒരു 6 ടൈംസ് പ്രസ് ചെയ്യാം. അപ്പോൾ 600 ആയി. ഇനി നമുക്കൊരു 29 കൂടെ മതി. അപ്പോൾ നമുക്ക് 29ന് 10ൻ്റെ ബട്ടൺ 2 ടൈംസ് പ്രസ് ചെയ്യാം. 1ൻ്റെ ബട്ടൺ 9 ടൈംസും പ്രസ് ചെയ്യാം. ഇപ്പോൾ ഇത് എത്രയായി? ഇത് 40,000. 6 × 100 600. 20 × 10 2 × 10 20. 1 × 9 9 എല്ലാം കൂടെ 9 2 6 0 4 കണ്ടോ? 40,629 എന്ന് കിട്ടി. ഇനി നമുക്ക് അടുത്ത ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യണം. ഇനി നമുക്ക് ഈ 40,000ന് കിട്ടാൻ വേണ്ടി 1000ൻ്റെ ബട്ടൺ എത്ര ടൈംസ് ക്ലിക്ക് ചെയ്യാം? 40 ടൈംസ് 1000ൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് എത്രയായി? 40,000 ആയി. പ്ലസ്
ഇനി നമുക്ക് 100ൻ്റെ ബട്ടൺ ഒരു 5 ടൈംസ് പ്രസ് ചെയ്യാം. ഇപ്പോൾ എത്രയായി? 500 ആയി. ഇപ്പോൾ 40,500 ആയി. ഇനി നമുക്ക് 129 കൂടെ വേണം അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കറക്റ്റ് നോക്കാൻ അറിയത്തില്ലേ? നിങ്ങൾ എടുക്കുന്നത് എന്ത് ചെയ്യുക? ഇങ്ങോട്ട് എഴുതി വെക്കുക കേട്ടോ. ഇത് 40 × 1000 40,000, 5 × 100 500. ഇനി നമുക്ക് 129 കൂടാണ് വേണ്ടത്. അപ്പോൾ 10ൻ്റെ ബട്ടൺ നമുക്കൊരു 10 ടൈംസ് പ്രസ് ചെയ്യാം. 10 × 10 100. ഇനി 1ൻ്റെ ബട്ടൺ നമുക്ക് 29 ടൈംസ് പ്രസ് ചെയ്യാം. അപ്പോൾ 29 എല്ലാം കൂടെ ആഡ് ചെയ്താൽ 92604 40,629. അപ്പോൾ നിങ്ങളിങ്ങനെ എടുക്കുന്നത് ഇപ്പോൾ 1000ൻ്റെ ബട്ടണാണ് എടുക്കുന്നതെങ്കിൽ അത് എത്ര ടൈംസ് പ്രസ് ചെയ്തു എന്നുള്ളത് സൈഡിലോട്ട് പെൻസിൽ വെച്ച് എഴുതി ഇങ്ങനെ ആഡ് ചെയ്ത് നോക്കുക കേട്ടോ. വളരെ ഈസിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 56,354. അപ്പോൾ ഇവിടെ 56,000 ആണ്. അപ്പോൾ നമുക്ക് 10,000 യൂസ് ചെയ്യാം അല്ലേ? അപ്പോൾ നമുക്ക് 5 ടൈംസ് 10,000ൻ്റെ ബട്ടൺ നമുക്ക് പ്രസ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ എത്രയായി? ഇപ്പോൾ നമുക്ക് 50,000 ആയി. ഇനി നമുക്ക് എത്രയും കൂടെ വേണം? 6,354 വേണം. അപ്പോൾ 6,000 കിട്ടാൻ നമുക്ക് 1000ൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എത്ര ടൈംസ്? 6 ടൈംസ്. ഇപ്പോൾ എത്രയായി? 6,000 ആയി. ഇനി നമുക്ക് 354 ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് 100ൻ്റെ ബട്ടൺ 3 ടൈംസ് പ്രസ് ചെയ്യാം. അപ്പോൾ 3 × 100 300 ആയി. ഇനി നമുക്ക് 54 ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് 1ൻ്റെ ബട്ടൺ 54 ടൈംസ് പ്രസ് ചെയ്യാം. ഇതാണ് ഒരു മെത്തേഡ്. ഇനി അടുത്ത മെത്തേഡ് നമുക്ക് വേറെ ഒരെണ്ണം എഴുതാം അല്ലേ? ഇനി നമുക്ക് 1000ൻ്റെ ബട്ടൺ നമുക്ക് 56 ടൈംസ് പ്രസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 56,000 കിട്ടും. അപ്പോൾ നമ്മൾ 1000ൻ്റെ ബട്ടൺ 56 ടൈംസ് പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 56,000 കിട്ടി. ഇനി ബാക്കി 354 കൂടെ മതി അല്ലേ? അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം? 100ൻ്റെ ബട്ടൺ 3 ടൈംസ് പ്രസ് ചെയ്യാം. ഇനി ഒരു 54 കൂടെ വേണം. അപ്പോൾ 1ൻ്റെ ബട്ടൺ ഇനി 10ൻ്റെ ബട്ടൺ വേണേൽ നമുക്ക് പ്രസ് ചെയ്യാമല്ലോ അല്ലേ? 54ന്. അപ്പോൾ 10ൻ്റെ ബട്ടൺ 5 ടൈംസ് ഞാൻ പ്രസ് ചെയ്യുന്നു. അപ്പോൾ 54 കിട്ടി. ഇനി 4 കിട്ടാൻ വേണ്ടി 1ൻ്റെ ബട്ടൺ 4 ടൈംസ് പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ 56,354 എല്ലാം കൂടെ ആഡ് ചെയ്താൽ എന്ത് വരും? 56,354 കിട്ടും. ഈ 4 എണ്ണം കൂടെ ആഡ് ചെയ്താൽ. മനസ്സിലായല്ലോ? ഇനി അടുത്തത് 66,664. ഇവിടെ നമുക്ക് 66,000 ആണ്. അപ്പോൾ നമുക്ക് 10,000ൻ്റെ ബട്ടൺ എടുക്കാം. എത്ര ടൈംസ് എടുക്കാം? 6 ടൈംസ് എടുക്കാം. 6 ടൈംസ് 10,000ൻ്റെ ബട്ടൺ. ഇപ്പോൾ ഇത് 60,000 ആയി. പ്ലസ് ഇനി നമുക്ക് 6,000 ആണ് വേണ്ടത്. 1000ൻ്റെ ബട്ടൺ 6 ടൈംസ് പ്രസ് ചെയ്തു. അപ്പോൾ നമുക്ക് 6,000 എന്ന് കിട്ടി. ഇനി 100ൻ്റെ ബട്ടൺ 6 ടൈംസ് പ്രസ് ചെയ്യുന്നു. അപ്പോൾ 600 കിട്ടി. ഇനി അടുത്തത് 66 ആണല്ലേ? അപ്പോൾ നമുക്ക് 10ൻ്റെ ബട്ടൺ എത്ര ടൈം പ്രസ് ചെയ്യാം? 6 ടൈംസ് പ്രസ് ചെയ്യാം. പ്ലസ് അടുത്തത് 1ൻ്റെ ബട്ടൺ 6 ടൈംസ് പ്രസ് ചെയ്യാം. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 66,666 എന്ന് കിട്ടും. ഇനി അടുത്ത മെത്തേഡ് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? 1000ൻ്റെ ബട്ടൺ എത്ര ടൈംസ് പ്രസ് ചെയ്യാം? 66 ടൈംസ് 1000ൻ്റെ ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് 66,000 കിട്ടും. ഇനി ബാക്കിയുള്ളത് 666 ആണ്. അപ്പോൾ ഇവിടെ ഞാൻ 100ൻ്റെ ബട്ടൺ 6 ടൈംസ് പ്രസ് ചെയ്യുന്നു. പ്ലസ് ഇനി നമുക്ക് 66 ആണ് വേണ്ടത്. ഒന്നെങ്കിൽ നമുക്ക് 1ൻ്റെ ബട്ടൺ 66 ടൈംസ് പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ 10ൻ്റെ ബട്ടൺ 6 ടൈംസ് പ്രസ് ചെയ്യാം. എന്നിട്ട് 1ൻ്റെ ബട്ടൺ 6 ടൈംസോടെ പ്രസ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 66 × 1000 66,000 പ്ലസ് 6 × 100 600. അപ്പോൾ 66,600 പ്ലസ് 60 പ്ലസ് 6.
ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ എന്ത് കിട്ടും? 66,666 എന്ന് കിട്ടും. അടുത്തത് 3,67,813. അപ്പോൾ ഇവിടെ നമുക്ക് 3 lakh ഉണ്ട്. അപ്പം നമ്മുടെ ബട്ടനകത്ത് 1 lakhൻ്റെ ബട്ടൺ ഉണ്ടല്ലേ? ഇവിടെ നമുക്ക് 1 lakhൻ്റെ ബട്ടൺ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 1 lakhൻ്റെ ബട്ടൺ 3 times പ്രസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 3 lakh എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ 1 lakhൻ്റെ ബട്ടൺ 3 times പ്രസ് ചെയ്തു, പ്ലസ് ഇപ്പോൾ എത്രയായി? 3 lakh. അത് നിങ്ങൾ സൈഡിലോട്ടൊന്ന് എഴുതി വയ്ക്കുക കേട്ടോ. ഇങ്ങനെ എഴുതി അല്ലാതെ ചെയ്യാൻ അറിയാവുന്നവർ ഡയറക്റ്റ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് അടുത്തത് ഇതാണ് വേണ്ടതല്ലേ? അപ്പോൾ 10,000ൻ്റെ ബട്ടൺ നമുക്ക് 6 times പ്രസ് ചെയ്യാം. ഇനി 7 times 1000ൻ്റെ ബട്ടൺ പ്രസ് ചെയ്യാം, പ്ലസ് 100ൻ്റെ ബട്ടൺ 8 times പ്രസ് ചെയ്യാം, പ്ലസ് 10ൻ്റെ ബട്ടൺ 10ൻ്റെ ബട്ടൺ 3 times പ്രസ് ചെയ്യാം, പ്ലസ് 1ൻ്റെ ബട്ടൺ 3 times പ്രസ് ചെയ്യാം. ഇനി 10ൻ്റെ ബട്ടൺ 1 time പ്രസ് ചെയ്യാം. പിന്നെന്താണ്? 1ൻ്റെ ബട്ടൺ 3 times പ്രസ് ചെയ്യാം. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് 3,67,813 എന്ന് കിട്ടും. ഇനി നമുക്ക് അടുത്ത മെത്തേഡിൽ നമ്മൾ 10,000ൻ്റെ ബട്ടൺ എത്ര ടൈംസ് പ്രസ് ചെയ്യണം? 3 lakh കിട്ടണമെങ്കിൽ 3 lakh ഡിവൈഡഡ് ബൈ 10,000 ചെയ്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ 0 ഇതിൻ്റെ 4 zeros കട്ട് ചെയ്യുന്നു, ബാക്കി 30 എന്ന് കിട്ടി. അപ്പോൾ അടുത്ത മെത്തേഡിൽ 30 times 10,000ൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 3 lakh കിട്ടി. ഇനി അടുത്ത് എന്ത് ചെയ്യണം? 67,000 ഉണ്ടല്ലേ? 1000ൻ്റെ ബട്ടൺ നമുക്ക് എത്ര ടൈം പ്രസ് ചെയ്യാം? 60,000 കിട്ടണമെങ്കിൽ 60 times പ്രസ് ചെയ്യാം. 1000ൻ്റെ ബട്ടൺ പ്രസ് ചെയ്തു. ഇനി അടുത്ത് നമുക്ക് 7,000 കിട്ടണമെങ്കിൽ 100ൻ്റെ ബട്ടൺ നമുക്ക് 70 times പ്രസ് ചെയ്യണം. 100ൻ്റെ ബട്ടൺ 70 times. ഇനി 800 കിട്ടണമെങ്കിൽ 10ൻ്റെ ബട്ടൺ നമ്മൾ 80 പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 800 കിട്ടും. ഇനി അടുത്തത് 13 കിട്ടണമെങ്കിൽ 1ൻ്റെ ബട്ടൺ 13 times നമ്മൾ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ ഇതെന്തായി? 3,60,000, 7,000, ഇത് 800, ഇത് 13. എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 3,60,000, 7,000, 800, 13. 3,1,8,7,6,3 കണ്ടോ? 3,67,813 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ഈ ഫിഗർ ഇറ്റ് ഔട്ട് കഴിഞ്ഞു. ഇനി അടുത്ത പോർഷനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.